ഇവിടെ ഒരുത്തിന് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കൊള്ളക്കാരന്മാർ മാത്രമാണ്. അല്ലാതെ എന്താണ് രാഷ്ട്രീയം? ഇവിടുത്തെ കയറി ഇരുന്നിട്ട് ഈ ഓരോ മേയറാകുക, ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത എന്ത് രാഷ്ട്രീയമാണുള്ളത്? അപ്പൊ ഈ വി ഡി സതീശൻ ഒക്കെ സ്ഥാനമാനത്തിന് വേണ്ടി നിൽക്കുന്നവനല്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. സമൂഹത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവർക്ക് അംഗീകരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ജീവിതവും ചിന്തകളുമാണ് നടി കനി കുസൃതിയുടെയും മാതാപിതാക്കളായ ജയശ്രീയുടെയും മൈത്രേയന്റെയും. അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പലതവണ വിമർശിക്കപ്പെട്ടവർ. മൈത്രേയനെ കോളേജ് കാലം മുതൽ പരിചയമുള്ള വ്യക്തിയാണ് സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ്. അദ്ദേഹം മൈത്രേയനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പല ഇന്റർവ്യൂകളിലും തന്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ മൈത്രേയന് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കനി കുസൃതിയുടെ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഭൂരിപക്ഷത്തിന്റെ വാക്കുകൾക്ക് വിധേയപ്പെടുന്നുവെങ്കിൽ അതൊരു ഭീരുത്വമാണ്. അന്യരുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളുമൊക്കെ അന്ധമായി അനുകരിക്കുന്നവർ അടിമത്വത്തിൽ ജീവിക്കുന്നവരാണെന്നും മൈത്രേയനെയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും കുറിച്ച് അഷ്റഫ് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അഭിനയ വീക്ഷണം പോലെ തന്നെ വ്യത്യസ്തമാണ് കനി കുസൃതിയുടെ ജീവിത വീക്ഷണവും. താലികെട്ടി കരാറടിസ്ഥാനത്തിൽ ജീവിക്കുന്നതിൽ അവർക്ക് വിശ്വാസവുമില്ല, താല്പര്യവുമില്ല. അവർ ഇഷ്ടപ്പെടുന്നവരോടായാലും അവരെ ഇഷ്ടപ്പെടുന്നവരോടായാലും തന്റെ ഈ നിലപാട് ആദ്യമേ തന്നെ കനി തുറന്നു പറയാറുണ്ട്. ലിവിംഗ് ടുഗദറായി ജീവിച്ചാലും ഒരു കുട്ടിയെ പ്രസവിക്കാൻ അവർ തയ്യാറല്ല എന്നും പലപ്പോഴും കനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തവണ വോട്ട് ചെയ്തിരുന്നോ? വോട്ട് ചെയ്ത്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഈ ജനറേഷനിൽ, അതായത് ജെൻസി വരുന്ന ഈ ജനറേഷനിലെ കുട്ടികളിൽ കുറെ അധികം പേര് പൊളിറ്റിക്കലാണ്. അതായത് അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്. അവർ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് അതിൽ താല്പര്യമില്ല എന്നുള്ളത്. പക്ഷെ ഇത് ശരിക്കും ഒരു അബദ്ധമല്ലേ? ഇത് തിരുത്തേണ്ട ഒരു കാര്യമല്ലേ? പറയുന്നവരുടെ കുഴപ്പം കൊണ്ടല്ല അത്. അല്ല, ഞാൻ അവരെ വളർത്തിയവരുടെ കുഴപ്പമാണ്. അതെങ്ങനെയാണ് അങ്ങനെ പറയാൻ? അവരാണ്, അവർക്ക് എന്ത് രാഷ്ട്രീയ ബോധമുള്ളവരെയാണ് അവർ വളർത്തി. അവരെന്ത് രാഷ്ട്രീയ ബോധമുള്ള സ്കൂളിലാണ് അവരെ വിട്ടത്? കുട്ടികളെ വളർത്തുന്നതനുസരിച്ചല്ലേ അവരിരിക്കുന്നത്. അല്ലാതെ അവർക്ക് താനേ ആശയങ്ങൾ വരികയാണ്. വളരെ അരാഷ്ട്രീയമായ വീടുകളിലാണ് നമ്മൾ ജനിക്കുന്നത്. അപ്പോൾ അത് കാരണം സ്വാഭാവികമായിട്ട് അതങ്ങനെ വന്നു. പണ്ട് സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് ആൾക്കാരെല്ലാം പൊതുവായിട്ട് രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വോട്ടെന്ന് പറഞ്ഞൊക്കെ പ്രഷ്യസായിട്ടും കരുതുകയും അങ്ങനെ കിട്ടാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ വാല്യൂ തിരിച്ചറിയാനായിട്ട് കഴിവില്ലാത്തവരായിട്ടാണ് പിന്നെ വളർത്തിയിരിക്കുന്നത്. പഠിച്ച് എവിടെങ്കിലും പോയി രക്ഷപ്പെടുക എന്ന് പറയുന്ന യുക്തിയാണ് ഈ സ്കൂളിലും വീടുകളിലും എല്ലാം പഠിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെയാണ്, എവിടെങ്കിലും പോയി രക്ഷപ്പെടാനായിട്ടാണ്, ജോലിക്ക്. അല്ലാതെ പൗരബോധം ഉണ്ടാകുന്നതോ ആ നിലവാരത്തിലുള്ള എന്തെങ്കിലും ഒരു അറിവ് നൽകുന്ന ഏത് ക്ലാസ് റൂമിലാണ് ഉള്ളത്? എപ്പോഴെങ്കിലും ക്ലാസ് റൂമിനകത്ത് ഇന്ത്യയെ പറ്റിയോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഭരണഘടന ഉണ്ടെന്നോ എവിടെങ്കിലും പഠിക്കുന്നുണ്ടോ? ആകപ്പാടെ രാവിലത്തെ ഇതിനകത്ത് നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ, അത് തന്നെ വളരെ കുറച്ച് സ്കൂളുകളിൽ മാത്രമാണ് അത് ചെയ്യുന്നത്. രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന എവിടെ ഉണ്ടാകും? സ്കൂളിലുണ്ടോ? വീട്ടിലുണ്ടോ? ഇനിയും ജോലി ചെയ്യുന്നിടത്ത് എവിടെങ്കിലും ഉണ്ടോ? ജോലി ചെയ്യുന്നവർ രാഷ്ട്രീയക്കാരാകരുതെന്നല്ലേ പഠിപ്പിക്കാറുള്ളൂ. റൈറ്റ് ടു ഇൻഫർമേഷനൊക്കെ വേണ്ടി ഞങ്ങളൊക്കെ സമരം ചെയ്തിട്ടുള്ളതാണ്. അത് അതിന്റെ നിയമമൊക്കെ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഓരോ വർഷവും ഇന്ന കാര്യത്തിന് റൈറ്റ് ടു ഇൻഫർമേഷൻ പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും അത് എടുത്തുകൊണ്ട് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഉള്ള ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്ത് ഈ ഇയാള് പറഞ്ഞതാണ് ജെൻസി, അമേരിക്കയിൽ നിന്ന് വരുന്നതാണ് ഈ വാക്ക്. ഇവിടെങ്ങും ഉള്ളതല്ല, അത്ര അറിയണം. അമേരിക്കക്കാണ് ഈ സി എന്ന് ഇയാൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യുസഡിന് പിന്നെന്തിനാണോ ജെൻസി എന്ന് വിളിക്കുന്നത്? ഇങ്ങനൊരു ഏപ്പുകള് ഞാൻ വാക്ക് ഉപയോഗിക്കാൻ നാണമുള്ള ആളാ ജെൻസി. പിന്നെ ഞാൻ ഉപയോഗിക്കാറില്ല, ഉപയോഗിക്കത്തുമില്ല. അതിന്റെ കാര്യം ഇതുകൊണ്ടാണ്, അമേരിക്കക്കാരന്റെ വാലെ കടിച്ച് ഇവിടെ എന്താണ് ഹോളിവുഡ് കഴിഞ്ഞാൽ പിന്നെ ബോളിവുഡ് എന്നും മോളിവുഡ് എന്നും ടോളിവുഡ് എന്നൊക്കെ പറയുന്നത് എന്തൊരു നാണം കെട്ട കഴുതകളവനല്ല. അപമാനം വേണ്ടേ? യൂറോപ്പിലൊക്കെ എത്രയോ ആൾക്കാരെടുത്തുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെ ഈ വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ബോളിവുഡ് എന്ന് പറയുമോ, എഴുതുവോ അങ്ങോട്ടും ഇങ്ങോട്ടും? അവരാരെങ്കിലും? എന്തൊരു അടിമകളാണ്. എന്നിട്ടാണ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് രാഷ്ട്രീയം ഇല്ല. എനിക്ക് രാഷ്ട്രീയം ഉണ്ടെന്നാണ് ഇതാ വിചാരിച്ചോണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ ജെൻസികൾക്ക് രാഷ്ട്രീയം ഇല്ലെന്ന്? എന്താണോ ഇവിടെ ഒരുത്തന് രാഷ്ട്രീയമില്ല. ഈ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് കൊള്ളക്കാരന്മാർ മാത്രമാണ്. അല്ലാതെ എന്താണ് രാഷ്ട്രീയം? ഇവിടുത്തെ കയറി ഇരുന്നിട്ട് ഈ ഓരോ
മേയറാകുക, ഇത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലാത്ത എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്? അപ്പൊ ഈ വി ഡി സതീശൻ ഒക്കെ സ്ഥാനമാനത്തിന് വേണ്ടി നിൽക്കുന്നവനല്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. വെറുതെ നമ്മളൊക്കെ ഒത്തിരി നാള് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുകയും രാഷ്ട്രീയക്കാരുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യുന്നിട്ടുണ്ട്. കടിപിടി കൂടി സ്ഥാനങ്ങൾക്ക് വേണ്ടി കുതികാലി വെട്ടുന്ന നിലവാരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിട്ടുള്ളവരെ മാത്രമാണ് ആൾക്കാർ കാണുന്നത്. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം ചെയ്ത് സ്ഥാനം കിട്ടിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അവൻ മണ്ടനാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. മിടുക്കന്മാരെല്ലാവരും സ്ഥാനം കിട്ടും. അങ്ങനെ മിടുക്കന്മാർക്ക് കടുക്കനിടുന്ന സ്ഥലത്തിനെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ നാടിനെ പറ്റി ഒന്നും അങ്ങനെ ആലോചിക്കുന്നില്ല. പിന്നെ നമ്മളെല്ലാവരും ലോകത്തൊക്കെ പല ടെക്നോളജിയും പല സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ നമുക്കും കിട്ടിയാൽ കൊള്ളാം, കാറിനകത്ത് കയറി പോകാൻ ഇഷ്ടമുള്ളത് കാരണം കൊണ്ട് കാർ മേടിക്കുക എന്നൊക്കെ തീരുമാനിക്കുന്ന പോളിസി എടുക്കുന്നതാണ് ഈ വലിയ സംഭവമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ജനാധിപത്യ ബോധം വളർത്തുന്നതിന് വേണ്ടി ഏത് ആള് എവിടെ എപ്പോ പറയുന്നു എന്ന് അയാൾ പറയുന്നത്. അങ്ങനെ സംഭവം നടന്നിട്ടില്ല. തനിക്ക് രാഷ്ട്രീയമായിട്ട് ബോധം ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തെറ്റാണെന്ന് ഞാൻ ഈ പറയുമ്പോ അപമാനിക്കാൻ പറയുമൊന്നുമല്ല. നമ്മളെല്ലാവരും നമ്മളങ്ങനെ അനുഭവം ഇല്ലാത്തവരാ, പൗരബോധം ഉള്ളവരല്ല. പൗരബോധം പഠിപ്പിക്കാതെ താനേ വരില്ല. കാരണം വീടുകളിലല്ലേ നമ്മൾ ജനിക്കുന്നേ. വീടുകളിലല്ലാതെ ജനിക്കാൻ പറ്റത്തില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടി ജനിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വീടുകളിൽ ജനിച്ചാൽ അവിടെ എന്തുവാ പഠിപ്പിക്കുന്നേ? ഒരു വീട്ടിനകത്ത് എന്ത് പഠിപ്പിക്കുന്നേ? ജാതിയോ നമ്മൾ ഈ ജാതിക്കാരാണെന്നോ ഈ മതക്കാരാണെന്നോ അല്ലയോ അവർ പഠിപ്പിക്കുള്ളൂ. അങ്ങനെ പഠിപ്പിക്കുന്നവർ ഇന്ത്യൻ പൗരനാണ് നീ എന്ന് പറഞ്ഞ് വീട്ടുകാരെങ്കിലും നമ്മളെ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല, നടക്കത്തില്ല. അവിടെ നടക്കത്തില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത് ആരുടെയെങ്കിലും തെറ്റാണോ? ആരുടെ തെറ്റുമല്ല. കാരണം അങ്ങനത്തെ വീടുകളെ ലോകത്തുള്ള അങ്ങനത്തെ വീടുകളിലെ നമുക്ക് ജനിക്കാനൊക്കത്തുള്ളൂ. പക്ഷെ ഇവരെല്ലാവരും ഒരു 5 വയസ്സാകുമ്പം സ്കൂളിൽ വരത്തില്ലേ? ക്യാപ്റ്റീവ് ഓഡിയൻസ് ആണ്. അവിടെ ട്രെയിനിങ് കൊടുക്കണ്ടേ അധ്യാപകർക്ക്? അധ്യാപകർ ഈ വീട്ടിൽ നിന്ന് വരുന്ന അമ്മയച്ഛനും അല്ലേ? അവർക്ക് എന്തെങ്കിലും വിവരം ആ ലെവലിലുണ്ടോ? അവരിതുവരെ കണ്ടിട്ടില്ല. വീടിനടുത്ത് ജോലി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് തന്നെ. അവിടുന്ന് ഇടയ്ക്ക് വന്ന് പശുവിനെ അഴിച്ചു കെട്ടാൻ പറ്റുമെന്ന് നോക്കുകയും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്യുന്ന സ്കൂളിലെ ക്ലാസ് അവിടെ 2 വരി ഇട്ട് കൊടുത്തിട്ട് ഓടിപ്പോയിട്ട് അവരുടെ പറമ്പിലൊക്കെ വല്ലതും ഉണ്ടോന്ന് നോക്കുന്നിടത്ത് അങ്ങനെയാണ് ജോലി ചെയ്യാൻ പ്ലാൻ. എല്ലാം നേരത്തെ പണ്ടേ പ്ലാൻ അതാ. ഈ ഡൊണേഷൻ കൊടുത്ത് അഡ്മിഷൻ മേടിക്കുന്നവരല്ലയോ അതല്ല. ജോലിക്ക് മുഴുവന് ഇത് കൊടുക്കത്തില്ലേ? ഡൊണേഷൻ കൊടുത്തിട്ട് ജോലി മേടിക്കുന്നവരല്ലേ? അത് ഇവിടുത്തെ പോലീസുകാർ സകലരും അങ്ങനല്ലേ? കൈക്കൂലി കൊടുത്ത് കയറിയവരല്ലേ അവർ മുഴുവൻ വരും. ഇപ്പൊ അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നു. എന്തല്ല അങ്ങനെ അല്ലാതെ എങ്ങനെയാണ് ഈ കോളേജിലെല്ലാം കിട്ടുന്നത്? എവിടെ എന്ത് പണിയെ നിങ്ങൾക്ക് അതിനകത്ത് റോളിനകത്ത് എത്തണോ അതെല്ലാം ചെയ്തേ പറ്റും. പടിയുണ്ടോ? അല്ല, ഇപ്പൊ പോലീസിലേക്ക് കയറാന്ന് പറയുമ്പോഴത്തേക്ക് ടെസ്റ്റുകൾ എഴുതി പാസ്സായി. ഞാൻ പറഞ്ഞ ടെസ്റ്റ് പാസ്സായാലും അവിടെ ഇരിക്കും. എന്നിട്ട് പിന്നീട് ബാക്കി പണിയുള്ളത്. ഇല്ല, അതെനിക്ക് പുതിയ അറിവാണ്. ഞാൻ അങ്ങനെ ഈ കോളേജില് ഇനി അവിടെ ചെന്നെന്ന് വെച്ചോ, ഇയാൾക്ക് മേപ്പോട്ടുള്ള ഒരു വഴിയും അടയത്തില്ല, പോകത്തില്ല. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാണ്. പോലീസ് ജോലി ഇയാൾ താഴത്തെ റങ്ങിൽ ചേർന്നു, അതുവരെ ഇയാൾ പറഞ്ഞ ടെസ്റ്റ് അനുസരിച്ചിട്ടാണ് PSC ടെസ്റ്റ് അനുസരിച്ചിട്ട് കിട്ടി, റാങ്ക് ലിസ്റ്റിൽ കിട്ടി എന്നൊക്കെ പറയുന്നതല്ല. പക്ഷെ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ചത്തുപോകപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പിന്നെ താൻ അന്നോട്ട് ഇതുപോലുള്ള പണികൾ ചെയ്യേണ്ടി വരും. ഈ ട്രാൻസ്ഫർ എന്തിനാ? ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതായി ട്രാൻസ്ഫർ എന്നറിയാവോ? ഇല്ല. നാട്ടുകാരായ ആൾക്കാര് ഭരണത്തിനകത്ത് അവരുടെ പങ്കാളിയാകുന്ന സമയത്ത് അവർക്ക് രാഷ്ട്രീയ അവബോധം താഴെയുള്ള ജനങ്ങളുമായി ബന്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവർ 2 കൊല്ലം കൂടുമ്പോൾ 3 കൊല്ലം കൂടുമ്പോൾ ഇവരെ ട്രാൻസ്ഫർ ചെയ്യും. കാരണം ബലം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. അവര് തമ്മിൽ ഐക്യം ഉണ്ടാവാതിരിക്കും. എന്നാൽ ഇവര് ഭരണത്തിന്റെ വശത്ത് നിൽക്കണം. അവർക്ക് ഒരിക്കലും റൂട്ട് ഉണ്ടാകാനും വേറുണ്ടാകാതിരിക്കാൻ വേണ്ടി അവര് ഷട്ടിൽ അടിപ്പിച്ച സാധനമാണ്. അത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കൈക്കൂലി മേടിക്കാൻ. ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന കൊച്ചു പാർട്ടിക്കാർക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള അവിടെ നിന്നാണ് ഈ കാശ് കിട്ടുന്നത്. അല്ലെ എന്തിനാണ് ഇന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്? എന്തിനാ? ഒരാൾക്ക് പണിയെടുക്കുന്ന ഒരാളിന് അയാൾക്ക് സ്വയം മാറണമെന്ന് തോന്നുന്ന സമയത്ത് അയാൾ ഒരു ആവശ്യപ്പെടുകയാണ്, എനിക്ക് ട്രാൻസ്ഫർ വേണം. അപ്പോൾ ഒരു മ്യൂച്വൽ ട്രാൻസ്ഫറിനെ അനുവദിക്കുക, അല്ലെന്നെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യാം. ബാക്കിയുള്ളവരെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാ? ജനങ്ങളുമായിട്ട് ബന്ധം വേണ്ടേ ഈ ഉദ്യോഗസ്ഥർക്കല്ലേ? പരിചയം വേണ്ടേടൂ, തുടർച്ച വേണ്ടേ? ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതാണ്. അവർക്ക് ഇന്ത്യക്കാരെ ഭരിക്കുമ്പം അവരുടെ വശത്ത് നിൽക്കാതെ
ഇന്ത്യക്കാരുടെ കൂടെ നിൽക്കാതിരിക്കാൻ വേണ്ടി, അവർക്ക് വേരുണ്ടാകാതിരിക്കാൻ, അവർക്ക് റൂട്ട് ഉണ്ടാകാതിരിക്കാൻ അവർ കണ്ടുപിടിച്ചതാണത്. നമ്മളിപ്പോഴും ഈ 75 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഈ ട്രാൻസ്ഫർ എന്തിനാണ്? ആലോചിച്ചിട്ട് പോലുമില്ല. എന്താ ആലോചിക്കാത്തെ? ഇത് ദൈവം ഇങ്ങനെ വരച്ചു വെച്ചതെന്ന് എല്ലാവർക്കും അറിയാം.